സ്വാഗതം 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 പ്രഭാത ടാരോക്കാർഡ് വായനയിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡുകൾ എടുക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് എനർജിയാണ് താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഇന്ന് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്തിലാണ് നാം ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്കിന്ന് എന്ത് പ്രതീക്ഷിക്കാം. ഇത് മൂന്നുമാണ് നമ്മളിന്ന് ചോദിക്കുന്നത്. ഗിവ് മി എ സെക്കൻഡ്. യെസ്. അപ്പോൾ എന്ത് ഊർജ്ജമാണ് നമ്മളിലേക്ക് ഇന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കാർഡാണ് വരുന്നത്? നമുക്ക് ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഏസ് എന്ന് പറയുന്ന തുടക്കത്തിൻ്റെ കാർഡാണ്. സോഡ് എന്ന് പറയുന്ന ചിന്തയുടെ കാർഡാണ്. ഏസ് ഓഫ് സോഡ് എന്ന് പറയുന്ന കാർഡ് വരുമ്പോൾ പുതിയൊരു തുടക്കം, ചിന്താപരമായിട്ട് നമ്മൾ എടുക്കുന്ന ദിവസമാണ്. അതായത് നമുക്ക് പുതിയൊരു ക്ലാരിറ്റി, പുതിയൊരു മാർഗം, നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു തുടക്കം എന്ന് പറയുന്ന എല്ലാമാണ് വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമാണ്. ബേസിക്കലി ഏസ് എന്ന് പറയുന്നപ്പോൾ യൂണിവേഴ്സാണ് തരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം താങ്കൾക്ക് ഒരു പുതിയ ചിന്താഗതി കിട്ടും, പുതിയൊരു ക്ലാരിറ്റി കിട്ടും, പുതിയൊരു തോട്ട് കിട്ടും, ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം മാറും എന്നെല്ലാമാണ് ഈ കാർഡ് താങ്കൾക്ക് തരുന്ന സന്ദേശം. എന്താണ് ഇന്നത്തെ നമ്മുടെ ഗൈഡൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കാർഡാണ് വരുന്നത്? നമുക്ക് 7 ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു കാർഡാണ്. 7 ഓഫ് വോൺസ് എന്ന് പറയുന്നത് സ്ട്രഗിളിൻ്റെയും പോരാട്ടത്തിൻ്റെ ഒരു കാർഡാണ്. നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഇതിൽ പോരാടി ഒരാൾ മുന്നോട്ട് പോകുന്നൊരു കാർഡാണ് കാണുന്നത്. നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്. 7 ഓഫ് വോൺസ് എപ്പോഴും ഒറ്റയ്ക്ക് പോരാടുന്നൊരു എനർജിയാണ്. ഒറ്റയ്ക്ക് പോരാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ ലോകത്ത് ശരിക്കും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ പോരാടുന്നവർക്ക് മാത്രമേ എക്സ്പാൻഷൻ കിട്ടുള്ളൂ, അതായത് വികാസം എന്ന് പറയുന്നൊരു സ്റ്റേജ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം താങ്കളോട് പറയുന്നത് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ള അർത്ഥം. അതായത് ആരുടെയും സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ പോരാടുക എന്ന് പറയുന്നത് പണ്ട് കാലത്താണ് യുദ്ധമൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ ഇതിൽ നമ്മൾ കുറച്ച് ഒറ്റയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അത് കുഴപ്പമില്ല. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഒരു പ്രശ്നമില്ല. എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടി ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഒരു പോസിറ്റീവായിട്ടൊരു കാർഡാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഒരു ദേവൻ വന്ന് കപ്പുകൾ കൈമാറുന്നൊരു കാർഡാണ്. പുറകിലൊരു ദേവതനെയും കാണാം. പൊതുവേ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ്റെയും സെൽഫ് ലവിൻ്റെയും കാർഡാണ്. അതായത് നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റിൽ സന്തോഷം തോന്നുന്ന ഒരു ദിവസം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത് അത് മാത്രമാണ്. അപ്പോൾ മെൻ്റൽ ക്ലാരിറ്റിയിൽ കൂടി വരിക, പോരാടുക, അതേപോലെ സന്തോഷത്തോടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇന്ന് കിട്ടും എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.